ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. SPYSS NYC മലയാളം ഓൺലൈൻ അദ്വൈതാമൃതത്തിന്റെ 14ാമത്തെ പഠന ക്ലാസ് ആണ് ഇന്നിവിടെ സമാരംഭം കുറിക്കുന്നത്. ഇതിലേക്ക് എത്തിയിട്ടുള്ള എല്ലാവരെയും സ്നേഹപൂർവ്വം ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി നമ്മുടെ സമിതിയുടെ SPYSS NYC മലയാളം ഓൺലൈനിന്റെ മുഖ്യ പ്രമുഖായ ഗോപകുമാരൻ എത്തിയിട്ടുണ്ട്. അണ്ണനെ ഏറെ സ്നേഹത്തോടെ ആദരവോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹരി ഓം അണ്ണ. ഹരി ഓം. അതുപോലെ ഇന്നത്തെ ഈ പഠന ക്ലാസ്സില് ക്ലാസ് നയിക്കുന്നതിനായി ബ്രഹ്മശ്രീ സാന്ദ്രാനന്ദ സ്വാമികൾ എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ചേർന്ന് ഇതുവരെ പഠിച്ച ആത്മോപദേശ ശതകത്തിന്റെ 1 മുതൽ 23 വരെയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്യുകയും അതിനുശേഷം അദ്വൈതം എൻ്റെ കാഴ്ചപ്പാടിൽ എന്നുള്ള വിഷയത്തെക്കുറിച്ച് നമ്മുടെ യോഗബന്ധുവായ രാജമാക്ക സംസാരിക്കുകയും ചെയ്യുന്നു. ഏറ്റവും ആദ്യമായി ഗുരുസ്തുതിയും ദൈവദശവും ചെല്ലുന്നതിനായി രാജലക്ഷ്മി അക്കയെ ഏറെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഹരി ഓം. രാജലക്ഷ്മി അക്ക. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണുർ ഗുരുർദേവ മഹേശ്വരഃ ഗുരുർ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ദൈവമേ കാത്തുകൊള്ളുക, കൈവിടാതിഞ്ഞു ഞങ്ങളെ, നാവികന്നീ ഭവാപ്തിക്കൊരാവി വൻതോണി നിൻപദം. ഒന്നൊന്നായെണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോലുള്ളം നിന്നില സ്പന്ദമാകണം. അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ, ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും, മായയും നിൻ മഹിമയും നീയുമെന്നുള്ളിലാകണം. നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും നീയല്ലോ ദൈവമേ, സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും നീയല്ലോ. മായയും മായാവിയും മായാവിനോദനും നീയല്ലോ. മായയെ നീക്കി സായുജ്യം നൽകുമാര്യനും നീ. സത്യം ജ്ഞാനമാനന്ദം നീ തന്നെ, വർത്തമാനവും ഭൂതവും ഭാവിയും വേറെല്ലോതും മൊഴിയുമോർത്തിൽ നീ. അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻപദം പുകഴ്ത്തുന്നു. ഞങ്ങളങ്ങു ഭഗവാനെ ജയിക്കുക ജയിക്കുക മഹാദേവ. ദീനാവനപരായണ ജയിക്കുക, ചിദാനന്ദ ദയാ സിന്ധോ ജയിക്കുക. ആഴമേറും നിൻ മഹസ്സാമാഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം, വാഴണം വാഴണം സുഖം. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.
അറിവിലുമേറിയറിഞ്ഞിടുന്നവൻ തന്നുരുവിലുമൊത്തു പുറത്തുമുജ്വലിക്കും. കരുവിനു കണ്ണുകളഞ്ചുമുള്ളടക്കി തെരുതെരെ വീണു വണങ്ങിയോതിടേണം. കരണവും ഇന്ദ്രിയവും കളേബരം തൊട്ടറിയുമനേക ജഗത്തുമോർക്കിലെല്ലാം പരവെളി തന്നിലുയർന്ന ഭാനുമാൻ തൻ തിരുവുരുവാണു തിരഞ്ഞു തേറിടേണം. വെളിയിലിരുന്നു വിവർത്തമിങ്ങു കാണും വെളിമുതലായ വിഭൂതി അഞ്ചുമോർത്താൽ ജലനിധി തന്നിലുയർന്നിടും തരംഗാവലി അതുപോലെ അഭേദമായി വരേണം. അറിവുമറിഞ്ഞിടുമർത്ഥവും പുമാന്തമന്നറിവും ഒരാദിമഹസ്സും മാത്രമാകും. വിരളത വിട്ടു വിളങ്ങുമാ മഹത്താം അറിവിലമർന്നതു മാത്രമായിടണം. ഉലകരുറങ്ങിയുണർന്നു ചിന്ത ചെയ്യും പലതും ഇതൊക്കെയുമുറ്റു പാർത്തു നിൽക്കും. വിലമതിയാതെ വിളക്കുമുദിക്കും പിൻ പൊലികൈമില്ലതു കണ്ടുപോയിടണം. ഉണരണമിന്നി ഉറങ്ങണം ഭുജിച്ചിടേണം അശനം പുണരേണമെന്നീ വണ്ണം. അണയുമനേക വികൽപ്പമാകയാലരു ഉണരവതുള്ളൊരു നിർവികാരരൂപം. ഉണരരുതിന്നി ഉറങ്ങിടാതിരുന്നീടണം. അറിവായി ഇതിനിന്നയോഗ്യനെന്നാൽ പ്രണവമുണർന്ന് പിറപ്പൊഴിഞ്ഞു വാഴും മുനിജനസേവയിൽ മൂർത്തി നിർത്തിടേണം. ഒളിമുതലാം പഴമഞ്ചുമുണ്ട് നാറും നളികയിലേറി നയേനമാറിയാടും കിളികളെ അഞ്ചും അരിഞ്ഞു കീഴ്മറിക്കും. വെളിവുരുവേന്തി അകം വിളങ്ങിടേണം. ഇരുപുറവും വരുമാറ് അവസ്ഥയെ പൂത്ത് ഒരു കൊടി വന്നു പടർന്നുയർന്നുമേവും. തരുവിനടിക്ക് തപസ്സു ചെയ്തു വാഴും നരന് വരാനരകം നിനച്ചിടേണം. ഇരുളിലിരിപ്പവനാര് ചൊൽക നീയെന്നൊരുവനുരപ്പതു കേട്ടു താനുമേവം അറിവതിനായവനോട് നീയുമാരെന്നരുളുമിതിൻ പ്രതിവാക്യമേകമാകും. അഹം അഹമെന്നരുളുന്നതൊക്കെ ആരായുകിൽ ഏകമേ വലതല്ല അതേകമാകും. അകലും അഹന്ത അനേകമാകയാലീ തുകയിലഹം പൊരുളും തുടർന്നിടുന്നു. തൊലിയുമെലുമ്പുമലം ദുരന്തമന്ത കലകളുമേന്തും അഹന്തയൊന്നു കാൺക. ഒലിയുമിതന്യ ഒലിഞ്ഞു പൂർണമാകും. വലിയൊരഹന്ത വരം തരേണം. ത്രിഗുണമയം തിരുനീറണിഞ്ഞൊരീശ അകമലരിട്ടു വണങ്ങി അച്ചമാറി സകലമഴിഞ്ഞതണിഞ്ഞു കേവലത്തിൽ മഹിമയും മറ്റു മഹസ്സിലാണിടേണം. ത്രിഭുവനസീമ കടന്നു തിങ്ങി വിങ്ങം ത്രിപുടി മുടിഞ്ഞു തെളിഞ്ഞിടുന്ന ദീപം കപടയതിക്കു കരസ്ഥമാകുവീലെന്നുപനിഷദ്ദൂത്തി രഹസ്യമോർത്തിടേണം.
പരയുടെ പാല് നുകർന്ന ഭാഗ്യവാന്മാർക്കൊരു 10,000 ആണ്ടൊരൽപ്പനേരം അറിവിനപര പ്രകൃതിക്കധീനമായാൽ അരനൊടിയായിരമാണ്ടു പോലെ തോന്നും. അധിക വിശാലമരു പ്രദേശമൊന്നായി നദി പെരുകുന്നതുപോലെ വന്നു നാദം ശ്രുതികളിൽ വീണു തുറക്കും അക്ഷിയെന്നും യഥമിയലും യതിവര്യനായിടേണം. അഴലെഴുമഞ്ചിതളാർന്നു 2 തട്ടായി ചുഴലുമനാദി വിളക്കു തൂക്കിയാത്മാവ് നിഴലൊരുവായെരിയുന്നു നെയ്യതോ മുൻപഴകിയ വാസന വർത്തിവൃത്തിയത്രേ. അഹമിരുളല്ലിരുളാകിൽ അന്ധരായി നാം അഹമഹമെന്നറിയാതിരുന്നിടേണം. അറിവതിനാൽ അഹമന്ധകാരമല്ല അറിവതിനിങ്ങനെ ആർക്കുമോതിടേണം. അടിമുടിയറ്റമതുണ്ടിതുണ്ടതുണ്ടെന്നടിയിടും ആദിമ സത്തയുള്ളതെല്ലാം ജഡമിതു സർവമനിത്യമാം ജലത്തിൻ വടിവിന് വിട്ടുതരംഗമന്യമാമോ. ഉലകിനു വേറൊരു സത്തയില്ലതുണ്ടെന്നുലകരുരപ്പതു സർവം ഊഹഹീനം. ജളനു വിലേശയമെന്നു തോന്നിയാലും നളമിയലും മലർമാല നാഗമാമോ. പ്രിയമൊരു ജാതീതൻ പ്രിയം ത്വദീയ പ്രിയം അപരപ്രിയമെന്നനേകമായി പ്രിയ വിഷയം പ്രതി വന്നിടും ഭ്രമം തൻ പ്രിയമപരപ്രിയമെന്നറിഞ്ഞിടേണം. പ്രിയമപരന്റെ യതൻ പ്രിയം സ്വകീയ പ്രിയമപരപ്രിയമിപ്രകാരമാകും. നയമതിനാലേ നരന്നു നന്മ നൽകും ക്രിയയപരപ്രിയ ഹേതുമായി വരേണം. അപരനു വേണ്ടി അഹർനിശം പ്രയത്നം കൃപണത വിട്ടു കൃപാലു ചെയ്തിടുന്നു. കൃപണനധോമുഖനായി കിടന്നു ചെയ്യുന്ന അപജയ കർമ്മം അവനു വേണ്ടി മാത്രം. ഹരിയോ ഹരിയോ ഹരിയോ. അടുത്തത് അദ്വൈതം എന്റെ കാഴ്ചപ്പാടിലെന്ന് ഉള്ളതിനെ കുറിച്ച് നമ്മുടെ യോഗബന്ധുവായ രാജമ്മാക്ക സംസാരിക്കുന്ന നമ്മളോട്. ഹരിയോം രാജമാക്ക, ഏറെ സ്നേഹത്തോടെ ഹരിയോം. എല്ലാവർക്കും സ്വാഗതം ചെയ്യുന്നു. ഹരിയോം. അപ്രതീക്ഷിതമായിട്ട് എനിക്ക് പെട്ടെന്ന് വന്ന ഒരു അനുഗ്രഹം എന്ന് കണക്കാക്കുന്നു. ഈ അവസരം തന്ന ലാലിയക്കും SPYSSനും ഇതിന്റെ എല്ലാ പിന്നണി പ്രവർത്തകർക്കും എൻ്റെ നന്ദി നേരത്തെ പറയുന്നു. കാരണം ഞാൻ എന്നും നന്ദി നേരത്തെ പറയും. കാരണം ആ സമയത്തിന്റെ പ്രശ്നം വരുമ്പോൾ പറയാൻ വിട്ടുപോകും. അതുകൊണ്ട് അപ്പം ഇവിടെ എനിക്ക് അങ്ങനെ എൻ്റെ കാഴ്ചപ്പാടിൽ എന്ന് അക്ക കൂട്ടിച്ചേർത്തതാണ്. അപ്പൊ എൻ്റെതായ കാഴ്ചപ്പാട് അല്ല ഞാനിവിടെ പറയുന്നേ. എനിക്കറിയാവുന്നത് എൻ്റെ ഗുരുക്കന്മാരിൽ നിന്ന് സ്വായത്തമാക്കിയത് ചെറിയ ചെറിയ കാര്യങ്ങൾ എനിക്കറിയാവുന്നത്. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. പിന്നെ ആണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എല്ലാവരും പിന്നെ എന്നെ ക്ഷമിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് എല്ലാവർക്കും നമസ്കരിച്ചുകൊണ്ട് ഈശ്വരനെ നമസ്കരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിലേക്ക് തുടങ്ങുകയാണ്. അപ്പൊ നമ്മൾ ആദ്യമേ തന്നെ ഇവിടെ കുടുംബ പ്രാർത്ഥന എന്ന രാജലക്ഷ്മിയൊക്കെ നമ്മൾ എന്നും ചെല്ലുന്നതാണ്. ദൈവമേ കാത്തുകൊള്ളുക. അതാണ് ഞാനിപ്പോ പറഞ്ഞത്. എൻ്റെ ഓരോ വാക്കിലും എൻ്റെ ഓരോ ചലനങ്ങളിലും ദൈവമേ എന്നെ കാത്തുകൊള്ളണേ എന്നാണ് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത്. നമ്മളെപ്പോഴും അവിടെ അടിയറ വെച്ചുകൊണ്ട് വേണം എല്ലാം തുടങ്ങാൻ. ഞാനും അങ്ങനെ തുടങ്ങുന്നു. ദൈവമേ കാത്തുകൊള്ളുക. അപ്പൊ അങ്ങനെ ഇത് മുഴുവനും നമ്മൾ അങ്ങോട്ട് അരിച്ചു പറക്കി നോക്കിയാൽ ഈ പ്രാർത്ഥനയിൽ തന്നെ സർവ്വതും അടങ്ങിയിട്ടുണ്ട്. ഈശ്വരൻ എന്താണ്?
ഈശ്വരന്റെ സൃഷ്ടിയും സൃഷ്ടിജാലവും സ്രഷ്ടാവായതും നീ തന്നെ. പിന്നെ അതിനപ്പുറത്തെന്തോ വേണം, എല്ലാം നീ തന്നെ. അപ്പം നമ്മുടെ ഇതിലേക്ക് പോകാനാണ് ഞാൻ പറയുന്നത്. പിന്നെ സത്യം, ജ്ഞാനം, ആനന്ദം എല്ലാം നീ തന്നെയാണ് എന്ന് ആദ്യമേ നമ്മൾ പ്രാർത്ഥിച്ച് ജാമ്യം എടുത്തുകൊണ്ടാണ് നമ്മൾ ഈ ഇതിലേക്ക് കടക്കുന്നത്. അപ്പൊ ഞാൻ അതിനോട് ബന്ധപ്പെട്ട് ഭാഗവത മൂലത്തിലെ പ്രഥമ സ്കന്ധത്തിലെ ആദ്യത്തെ ഒരു ശ്ലോകം ജസ്റ്റ് ഒന്ന് വായിക്കാം. പ്രഥമ സ്കന്ധം അഥ പ്രഥമോ അധ്യായ. ജന്മദ്യസേധോ അന്യദാദിതരച്ഛാർത്ഥേഷഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദയാദി കവേ മുഹ്യന്തിത സൂരയ തേജോ വാരി മൃദാമെഥാ വിനിമയോ യത്ര സർഗോ മൃഷ ധാംനാ സ്വേന സദാ നിരസ്തകുഹം സത്യം പരം ധീമഹി. അങ്ങനെയാണ് ഭാഗവതം തുടങ്ങുന്നത്. സ്വയം പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന സ്വരാട്, സ്വയം പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന എന്താണ് സൃഷ്ടി, ഉൽപ്പത്തിക്കും സ്ഥിതിക്കും ലയത്തിനും എല്ലാം കാരണമായ ഏതൊന്നോ ആ ശക്തിയെ ഞങ്ങൾ, സത്യമായ ആ പരമേശ്വരനെ ഞങ്ങൾ ധീമഹി ധ്യാനിക്കുന്നു എന്നാണ് ഭാഗവതം തുടങ്ങുന്നത് വ്യാസ മഹർഷി. സത്യമായ പരമായ പരമേശ്വരൻ. പരമേശ്വരൻ എന്ന് പറഞ്ഞാൽ നമ്മള് എപ്പോഴും ശിവന്റെ ക്ഷേത്രത്തിൽ പോയിട്ട് കഴുത്തേല് സർപ്പമൊക്കെ ഇട്ട് ഇങ്ങനെ ആരാണ് ഗംഗയെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ പരമേശ്വരൻ അല്ല. ഇവിടെ ഈശ്വരന്മാരിൽ പരനായിട്ടുള്ളവൻ, അതാ സൂപ്പർലേറ്റീവ് ടോപ്പ്, അതിനപ്പുറം ഒരു ഈശ്വരനില്ല. അതാണ് പരമേശ്വരൻ എന്നിവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം ആ പരമേശ്വരനായ ആ പരമ്പൊരുളായ ആ ഈശ്വരനെ സത്യമാണത്. നിത്യം ഉള്ളതെല്ലാം സത്യമാണ്. സത്യമായ പരമമായ ആ പരമേശ്വരനെ ഞങ്ങൾ ധ്യാനിക്കുന്നു, നമ്മൾ ധ്യാനിക്കുന്നു. അത് ആണ് ആദ്യത്തെ ഭാഗവതത്തിലെ ശ്ലോകം. അപ്പൊ നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്, സ്വാമി കുറെ ദിവസമുണ്ട്, 10-13 ദിവസമുണ്ട് അദ്വൈതത്തെ കുറിച്ച്. നമ്മുടെ പിന്നെ ഗോവണ്ണന് വൈകിട്ട് ധ്യാനത്തില് എനിക്ക് കാലിനൊക്കെ ഇച്ചിരി പ്രശ്നമുള്ളതുകൊണ്ട് ഞാൻ കയറാറില്ല, കുറച്ച് ദിവസമൊക്കെ കയറി. അപ്പം ഏതാണ് അദ്വൈതത്തെ കുറിച്ച് വ്യക്തമായിട്ടും പറയുന്നുണ്ട്. നമുക്ക് ഏകദേശം കുറെയൊക്കെ ഇപ്പൊ അറിയാം, പണ്ടറിയത്തില്ലായിരുന്നു. പക്ഷേ വീണ്ടും വീണ്ടും ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നത് എന്തിനാണ് പറഞ്ഞ് എന്ന് ചോദിച്ചാൽ, നമ്മുടെ ഏറ്റവും ശക്തമായ ഒരു ആയുധം ശ്രവണമാണ്. വീണ്ടും വീണ്ടും ഒരു കാര്യം ശ്രവിക്കുമ്പോൾ മാത്രമേ നമ്മുടെ ഉള്ളിൽ അത് ഉറക്കുകയുള്ളൂ. അതുകൊണ്ട് കഴിഞ്ഞ ദിവസം സ്വാമി പറഞ്ഞതാണല്ലോ, അത് തന്നെയാണല്ലോ അക്ക പറയുന്നത് എന്നാരും മനസ്സിൽ വിചാരിക്കണ്ട. എഗൈൻ ആൻഡ് എഗൈൻ വി ലിസൺ. അപ്പൊ അന്നേരം നമ്മുടെ മനസ്സിൽ കുറച്ച് കാര്യങ്ങൾ ഉറയ്ക്കും. അപ്പൊ പാട്ട് പഠിപ്പിക്കുമ്പം സിന്ധുവൊക്കെ പറയാം, അക്ക പാടുകയേ ചെയ്യരുത്, ഒരുപാട് പ്രാവശ്യം ഇതിട്ട് കേൾക്കണം. കേട്ടിട്ട് അത് ഉള്ളിൽ ഉറച്ചു കഴിയുമ്പോൾ അതിന്റെ കൂടെ പാടണം എന്ന് പറയുന്നത് ആ ശ്രവണത്തിന്റെ മാഹാത്മ്യമാണ്. അപ്പൊ എല്ലാ കാര്യങ്ങളും ഭാഗവതമായ ഉപനിഷത്തുകളായ എല്ലാത്തിലും ഓരോ കാര്യവും എഗൈൻ ആൻഡ് എഗൈൻ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. എന്തിനാന്ന് വെച്ചാൽ പല പ്രാവശ്യം പല ആംഗിളിൽ കൂടി നമ്മൾ ഇത് വായിക്കുമ്പോൾ എവിടെയെങ്കിലും ഒക്കെ നമ്മളെ ഒന്ന് സ്റ്റക്ക് ചെയ്യും. അതുകൊണ്ട് എല്ലാവരും കേട്ടതാണെങ്കിൽ എഗൈൻ കേൾക്കാൻ. ഇതിന് കഴിഞ്ഞ ദിവസം ഞാനില്ല അതിൽ പറഞ്ഞ പോലെ അമൃതരസമാണിത്. ഈ അമൃതരസം വീണ്ടും 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 പാനം ചെയ്യാനുള്ള ആ മനസ്സ് നമുക്ക് ഉണ്ടാകുമ്പോഴാണ് നമ്മൾ അദ്വൈതത്തിലേക്ക് വഴുതി വീഴുന്നത്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ചെതറി നാലാ വഴിക്കും ഓടിക്കൊണ്ടിരിക്കും. അപ്പം ഞാനിവിടെ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് നമ്മളെ സനാതന ധർമ്മം എന്താണെന്നാണ്. സനാതനം എന്നാൽ എന്താണ്? എല്ലാവരും എപ്പോഴും ആധ്യാത്മികം പ്രസംഗിക്കുമ്പോൾ ആദ്യം പറയുന്ന വാക്കാണ് സനാതനം. എന്നാൽ സനാതനം എന്താണ്? അപ്പൊ നാളെ സ്വാമി അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞു. അത് മറന്നുപോയിട്ടില്ലെങ്കിൽ നിങ്ങൾക്കറിയാം എന്താണ് സനാതനം. സനാതനം എന്ന് പറയാൻ ഒരു പേര് ആരും ഇട്ടിട്ടില്ല. അത് നമ്മുടെ ഋഷിമാര് നമുക്ക് വീട്ടിൽ കുട്ടികൾ ഉണ്ടാകുമ്പോൾ പേരിടുന്നു. എന്തിനാണ് പേരിടുന്നത്? മറ്റുള്ളവരിൽ നിന്നും നമുക്കൊന്ന് ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് അവരിൽ നിന്ന് വ്യത്യസ്തമായി ഒന്ന് വിളിക്കണം ഇന്നാരെ. അല്ലെങ്കിൽ നമ്മളിലെ ശ്രീശുകനെ വിളിച്ചപ്പോൾ ഉള്ള ചരാചരങ്ങൾ എല്ലാവരും കൂടെ വിളി കേട്ടതുപോലെ എല്ലാ നാട്ടിലുള്ള പിള്ളേരെല്ലാം കൂടെ ഓടി വരും. അങ്ങനെ വരാതിരിക്കാനാണ് നമ്മൾ ഓരോ പേരിടുന്നത്. അപ്പൊ സനാതനൻ എന്ന് പറഞ്ഞാൽ
ജനനവുമില്ല മരണവുമില്ലാത്ത എന്നും എന്നും എന്നുമുള്ള സത്യം, ആ ഉണ്മ, അതിനെയാണ് സനാതനം എന്ന് പറയുന്നത്. അപ്പൊ ഋഷിമാരതിന് പറയാൻ വേണ്ടി ഒരു പേരില്ല, അതിന് നിറമില്ല, മണമില്ല, ഗുണമില്ല, ആകൃതിയില്ല, നത്തിങ്. അങ്ങനെയുള്ള അതിന് നമുക്കൊന്ന് പറയാൻ വേണ്ടിയിട്ട് സനാതനം എന്നൊരു പേര് കൊടുത്തു. അല്ലെ, നമ്മൾ ബ്രഹ്മം എന്നൊരു പേര്, 28 ഇല്ലല്ലോ. ജനിക്കാത്ത ഒരാളിനെ അങ്ങനെ 28 കെട്ടാൻ പറ്റുന്നില്ല, നാള് ഇടാൻ പറ്റില്ല. സോ അത് നമ്മുടെ സൗകര്യാർത്ഥം സനാതനം. സനാതനം എന്നുള്ളതിന്റെ അർത്ഥം എന്നും നിലനിൽക്കുന്നത്. അതാണ് നമ്മുടെ ധർമ്മം. ആ സനാതനൻ എന്ന് പറയുന്ന ഈശ്വരനെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ഈശ്വരനാകുന്ന സനാതനാൽ ഉണ്ടായിക്കൊണ്ട് നമ്മുടെ ഇങ്ങനെ പോകുന്ന ഈ ധർമ്മം, അതാണ് സനാതന ധർമ്മം. ആ ഈശ്വരൻ ഉണ്ടായിട്ടില്ല, എന്നുമുള്ള സത്താണ്, എന്നുമുള്ള എനർജിയാണ്. അതിനെ കോൺഷ്യസ്നെസ് എന്ന് പറയാം, അല്ലെങ്കിൽ കോസ്മിക് എനർജി എന്ന് പറയാം, എന്ത് വേണേലും നമുക്ക് പറയാം. പക്ഷെ അത് അദൃശ്യമാണ്. അദൃശ്യമായ ആ ശക്തിക്ക് നമ്മളൊരു പേര് കൊടുത്തു. നമ്മളല്ല, നമ്മുടെ ഋഷീശ്വരന്മാർ ഒരു പേര് കൊടുത്തു, സനാതന. ആ സനാതനാൽ മുന്നോട്ട് പോകുന്ന ധർമ്മമാണ് സനാതന ധർമ്മം. അപ്പൊ നമ്മൾ സനാതന ധർമ്മത്തിൽ വിശ്വസിക്കുന്നവരാണ്. എന്നാൽ മറ്റു പല ജാതിയെ പറയല, മറ്റു പല വിഭാഗങ്ങളിൽ അവർക്കൊരു മീഡിയേറ്റർ ഉണ്ട്. ഈശ്വരന്റെ ഇടയ്ക്കൊരു മീഡിയേറ്റർ. ദൈവം പ്രവാചകനെ അല്ലെങ്കിൽ ഒരാളെ ഇങ്ങോട്ട് വിട്ടു നമ്മളെ ഉയർത്താൻ വേണ്ടി, നമുക്ക് ധർമ്മം ഒക്കെ പറഞ്ഞു തരാൻ വേണ്ടി ഒരാളെ ഇങ്ങോട്ട് വിട്ടു. അപ്പൊ ഇടയ്ക്കൊരാളുണ്ട്. അപ്പൊ ദൈവത്തെ ആരുണ്ടാക്കി? ദൈവം എങ്ങനെ ഉണ്ടായി? അവിടെ ഒരു ക്വസ്റ്റ്യൻ കിടക്കുന്നുണ്ട്. നമുക്കതല്ല, ദൈവം എന്നും ഉള്ളതാണ്. ദൈവത്തെ ദൈവം ഒരാളെ ഇങ്ങോട്ട് വിടുന്നില്ല. നമ്മളെ നേരിട്ട് ദൈവം ഇങ്ങ് വരികയാണ്, ഡയറക്റ്റ് ഇങ്ങ് വരികയാണ് നമ്മുടെ ദൈവങ്ങൾ. അപ്പോ ആ ഇടയ്ക്ക് ഉള്ള ആള് നമുക്കില്ല. അവരെ ദൈവത്തിനെ ആരുണ്ടാക്കി എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് കിടക്കുകയാണ്. ഒന്നും സ്പോണ്ടേനിയസ് ആയിട്ടുണ്ടാകുന്നില്ല. സ്പോണ്ടേനിയസ് ജനറേഷൻ ഇവിടെ പ്രസക്തിയില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു പുതിയ വസ്തു ഉണ്ടാകാൻ പറ്റുള്ളൂ. അപ്പം സംതിങ് വാസ് ദെയർ, അവിടെ എന്തോ ഉണ്ടായിരുന്നു. അതെന്താണെന്ന് കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷെ നമ്മുടെ ഋഷീശ്വരന്മാർക്ക് ആ ഉൾക്കണ്ണുകൊണ്ട് അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞു. അതെന്തായിരുന്നു? അത് നമ്മുടെ പ്രപഞ്ചത്തിന്റെ എനർജിയായി, ആ പ്രപഞ്ചത്തിന് കാരണഭൂതമായ ആ എനർജി, കോൺഷ്യസ്നെസ്, അല്ലെങ്കിൽ എന്താണ്, കോസ്മിക് എനർജി. അപ്പൊ ആ എനർജി നമ്മൾ ഫിസിക്സിൽ പഠിക്കുന്നത് പോലെ ആ എനർജി ക്യാൻ ബി ചേഞ്ച് ഇൻടു ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് എനർജി. ആ ഒരു എനർജിയിൽ നിന്നും വിക്ഷേപണം ചെയ്യപ്പെട്ട അനേകം എനർജി സ്രോതസ്സുകളാണ് നമ്മളാകുന്ന ഈ പ്രപഞ്ചവും നമ്മളാകുന്ന ഈ ഭൂതങ്ങളും എല്ലാം. അപ്പോ നമ്മുടെ ആരാണ് ഈശ്വരൻ? ആ സത്തായ ഒൺലി വൺ കോൺഷ്യസ്നെസ്, അതാണ് ഈശ്വരൻ. അപ്പൊ നമുക്ക് ഒരു ഈശ്വരനേ ഉള്ളൂ. ആ ഒരു ഈശ്വരൻ ആണ് വിശ്വസിക്കുന്നതിനാണ് നമ്മൾ അദ്വൈതം. ദ്വി എന്ന വാക്കിൽ നിന്നാണ് അദ്വൈതം എന്ന് വന്നത്. രണ്ട്, അദ്വൈതം, രണ്ട് അല്ലാത്തത്, രണ്ട് ഇല്ലാത്തത്, only one God, അതാണ് അദ്വൈതം. അപ്പൊ നമ്മൾ പഴയ കാലത്തെ അറിവില്ലാത്ത സമയത്തൊക്കെ നമ്മൾ 33 കോടി ദൈവങ്ങൾ എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഇന്നാളി 33 കോടിയുടെ അത് പറഞ്ഞായിരുന്നു. 8 വസ്തുക്കള്, അഷ്ടവസ്തുക്കള് 34 33 കോടി എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ എന്ന് പറഞ്ഞ പോലെ 33 കോടിയല്ല, 3000 കോടി ദൈവങ്ങളാണ് നമ്മുടെ ഈ പ്രപഞ്ചത്തിലുള്ളതെന്ന് പറഞ്ഞാലും അത് സത്യമാണ്. കാരണം ഒരു ബാക്ടീരിയയിലും ഒരു വൈറസിലും ഒരു ആറ്റത്തിലും വലിയൊരു ആനയിലും നമ്മളിലും എല്ലാത്തിലും ഉള്ള ജീവാത്മാവ് ഒന്നു തന്നെ ആണ്. നമ്മുടെ ഈ ശരീരത്തിന്റെ വലിപ്പം അനുസരിച്ച് ജീവാത്മാവ് വലുതായിട്ടില്ല. അതിൽ ഒരു ഉറുമ്പിനകത്തുനിന്നും ജീവാത്മാവ് പോയി കഴിയുമ്പോൾ വടിയായി ഉറുമ്പ്. വടിയാവാൻ സ്ഥലമില്ല, നമ്മൾ ആ വടിയാവും. അപ്പൊ നമ്മളിലെ ആ മൈന്യൂട്ട് കോൺഷ്യസ്നെസ് ആ ബാക്ടീരിയയിലുമുണ്ട്, വൈറസിലുമുണ്ട്. അപ്പൊ നമ്മളെ അതാണ് 33 കോടി എന്ന് വേണേൽ ഒരർത്ഥത്തിൽ എടുക്കാം.
എല്ലാം ഭഗവാൻ പറഞ്ഞിരിക്കുന്ന പോലെ ഇതം സർവം ഈശാവാസ്യം ഇതിനകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഈശാവാസ്യ ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇതം സർവം ഈശാവാസ്യം. ഇവിടെ എല്ലാം ആരാധിക്കപ്പെടാവുന്നതാണ്, എല്ലാം ഈശ്വരമയമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ വേദങ്ങൾ, അപ്പൊ ഈ നമ്മുടെ ഈ ചട്ടമ്പി ശ്രീനാരായണ ഗുണസ്വാമി ഭാസന് എല്ലാവരുടെയും അടിസ്ഥാനപരമായ ഗ്രന്ഥം എന്താണെന്ന് വെച്ചാൽ അത് വേദങ്ങളാണ്. വേദത്തിലുള്ളത് തന്നെ അവര് പഠിച്ച് അതിനെ നമുക്ക് വേണ്ടി ലഘൂകരിച്ച് നമ്മുടെ മുമ്പിലേക്ക് തന്നു എന്നു മാത്രമേ ഉള്ളൂ. അതിലേതാണ് മുഴുവൻ സത്തുകളും. വേദം എന്ന് പറഞ്ഞാൽ അറിവ് എന്നാണ് അർത്ഥം. അപ്പൊ ആ വേദത്തിലെ നമുക്ക് ഇതിലെ പ്രത്യേകം എഴുതിയിട്ടുണ്ട് എന്താണ് ഈശ്വരൻ, നമ്മൾ ആരാണ് എന്ന്. അല്ല, ആദ്യമായി 3-4 വേദവാക്യങ്ങൾ ബ്രഹ്മത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്താണ് നമുക്കെല്ലാം അറിയാം. ഋഗ്വേദത്തിലെ പറഞ്ഞിട്ടുള്ള ഐതരീയം എന്ന ഉപനിഷത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് പ്രജ്ഞാനം ബ്രഹ്മ. പ്രജ്ഞാനം ബ്രഹ്മ, ജ്ഞാനമാണ്, ആ ബോധമാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിൽ എല്ലാം അടങ്ങിയിരിക്കുന്ന ആ കോൺഷ്യസ്നെസ്, ബോധം, അതാണ് ഈശ്വരൻ. അപ്പൊ നമ്മുടെ ഉള്ളിലാണ് ഈശ്വരൻ. അതുപോലെ യജുർവേദത്തിലെ എഴുതിയിരിക്കുന്നതാണ് അഹം ബ്രഹ്മാസ്മി. അഹം, ഞാൻ, ബ്രഹ്മം അസി, ഞാൻ ബ്രഹ്മം ആകുന്നു. അപ്പൊ നമ്മൾ ആരാണ്? നമ്മൾ ഈശ്വരനല്ലേ? നമ്മൾ ഈശ്വരന്റെ അംശമാണ്. അതുപോലെ സാമവേദത്തെ തത്വമസിയാണ് നമുക്ക് പ്രധാനമായിട്ടും എപ്പോഴും കാണാതെ അറിയാവുന്നത്. എന്താണ്? ശാന്തോക്യ ഉപനിഷത്തിലേതാണ് തത്വമസി. തത് ത്വം അസി. നമ്മൾ ശബരിമല ചെന്ന് തൊഴുന്നു. അപ്പൊ ആ തൊഴാൻ നമ്മൾ നിൽക്കുന്നത് നമ്മളും എന്താണ്? ബ്രഹ്മമാണ്. അത് ബ്രഹ്മമാണ്. അപ്പൊ ഇതാണ് അദ്വൈതത്തിലേക്കുള്ള ചവിട്ടുപടികൾ. അപ്പൊ നമ്മളും ഈശ്വരനും രണ്ടല്ല. നമ്മൾ ആ ഈശ്വരനിൽ നിന്നും വിക്ഷേപണം ചെയ്യപ്പെട്ട ഓരോ അംശരൂപങ്ങളാണ്. അപ്പൊ ആ ഈശ്വരന്റെ മുഴുവൻ സത്തയും നമ്മളിലുണ്ട്. പക്ഷെ എന്തുകൊണ്ട് നമ്മൾക്കത് പ്രകാശിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ്? ശരീരികളാണ്. നമ്മളെ നിയന്ത്രിക്കുന്നത് പരമാത്മാവും ജീവാത്മാവെന്ന 2 അവസ്ഥയിലാണ് നമ്മളിൽ ഈ ജീവൻ സ്ഥിതി ചെയ്യുന്നത്. പരമാത്മാവെന്ന് പറയുന്നത് ഇന്ദ്രിയ വിഷയങ്ങൾക്ക് അടിമയാണ്. ആ ഇന്ദ്രിയ വിഷയങ്ങളുടെ പുറകെ നമ്മൾ പോകുമ്പോൾ ധാരാളം ചിന്തകളും പ്രശ്നങ്ങളും കൊണ്ട് നമ്മുടെ ജീവാത്മാവ് എന്താണ്? കലുഷിതമാണ്. പക്ഷെ ഇതെല്ലാം കണ്ട് സാക്ഷിയായിട്ട് യാതൊരുവിധ പ്രതികരണവുമില്ലാതെ നമ്മൾ രാവിലെ ഇത് ചെയ്യുമല്ലോ, യാതൊരു പ്രതികരണവുമില്ലാതെ സാക്ഷി രൂപത്തിൽ ഇരുന്നാണ് നമ്മൾ യോഗ ചെയ്യുന്നത്. ആ സാക്ഷി ആയിട്ട് ജീവാത്മാവടെ അങ്ങനെ ഓരോ ജീവിയിലും ഇരിക്കുന്നു. അപ്പൊ അതാണ് നമ്മളെ അദ്വൈതം ഒരു ഈശ്വരനിൽ നിന്നും വിക്ഷേപണം ചെയ്യപ്പെട്ട് നമ്മളെ പവർ ഹൗസിൽ നിന്നും വൈദ്യുതി സ്റ്റോർ ചെയ്തിട്ട് പല ലൈനിൽ കൂടി പലതിലേക്ക് സ്പ്രെഡ് ചെയ്തിട്ട് പല തരത്തിൽ അത് വർക്ക് ചെയ്യുന്നത് പോലെ ആ ബ്രഹ്മമാകുന്ന ഉണ്മയിൽ നിന്നും ആ സത്തിൽ നിന്നും ആ ഏകത്വമാകുന്ന ആ ഈശ്വരനിൽ നിന്നും വിക്ഷേപണം ചെയ്യപ്പെട്ട അംശങ്ങളായിട്ട് ഭവിച്ചതാണ് നമ്മള് ഈ പ്രകൃതി. അപ്പൊ ഭഗവാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇവിടെ നമ്മുടെ അതിനകത്ത് ഭഗവാൻ എന്ന ഉണ്മ തന്നെ ഇങ്ങനെ. അപ്പൊ ഒരു പ്രകൃതിയില് ഓരോ കൽപ്പം കഴിയുമ്പോഴും പ്രളയം ഉണ്ടാവും. പ്രളയം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിന്റെ ഒരു ദിവസം ഒരു ആയുസ് 100 വർഷമെന്നാണ് പറയുന്നത്, ദൈവവർഷം. അങ്ങനെ കഴിയുമ്പോൾ ബ്രഹ്മാവ് ഉറങ്ങാൻ പോകുന്ന 50 വർഷം. അപ്പൊ ഉറങ്ങാൻ പോകുമ്പോൾ ബ്രഹ്മാവ് ഈ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളെയും സൂക്ഷ്മ രൂപത്തിലാക്കിയിട്ട് വിഷ്ണുവിൽ ലയിപ്പിക്കുന്നു. അങ്ങനെ വിഷ്ണു അത് വിഷ്ണുവിന്റെ ഉദരത്തിൽ ലയിപ്പിച്ചുകൊണ്ട് വിഷ്ണു അങ്ങനെ എന്താണ് കാലമാകുന്ന ദേവിയോട് പറയും. നമ്മുടെ നാരായണത്തിലൊക്കെ പഠിച്ചതാണ്. ഈക്ഷണാഖ്യം എന്നൊരു വാക്ക് പഠിച്ചില്ലേ? അപ്പൊ ആ ദേവിയോട് പറയും സമയമാവുമ്പോൾ എന്നെ ഉണർത്തണം എന്ന് പറഞ്ഞിട്ട് യോഗനിദ്രയിലാണ്. അങ്ങനെ ഉണരാൻ സമയം. അപ്പൊ നമ്മളൊരു പയറ് കുഴിച്ചിട്ടിട്ട് മഴ പെയ്യുന്നതാണ് അതിന്റെ സമയം. മഴ പെയ്യുന്ന കാലം അനുകൂലമായി വരുമ്പോൾ
പയറ് കിളിച്ചു മേളിലോട്ട് വരും. അപ്പൊ ആ കാലം കാലമാവുമ്പോൾ മായയാകുന്ന ദേവി ഉണർത്തുമ്പോൾ അത് പിന്നെ ഒത്തിരി കൊണ്ട് പറഞ്ഞാൽ ഇവിടെ തീരത്തില്ല. അങ്ങനെയാണ് വിരാട് പുരുഷനോ അങ്ങനെ 16 തത്വങ്ങൾ, 16 തത്വങ്ങൾ പിന്നെ 24 തത്വങ്ങളിലേക്ക് വിരാട് പുരുഷനാകുമ്പോൾ മാറുന്നു. ആ വിരാട് പുരുഷനിൽ നിന്നുമാണ് ഈ പ്രകൃതി മുഴുവനും ഭഗവാന്റെ കണ്ണ് സൂര്യനാകുന്നു, മനസ്സ് ചന്ദ്രനാകുന്നു, മുഖം ക്ഷത്രിയനാകുന്നു. ഇങ്ങനെ ഓരോ അസ്ഥികൾ നദികളാകുന്നു, അസ്ഥികൾ പർവ്വതങ്ങളാകുന്നു, രക്തക്കുഴലുകൾ നദികളാകുന്നു. ഇങ്ങനെ വിരാട് പുരുഷനിൽ നിന്നാണ് ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ എത്ര ദൈവമുണ്ട്? ആ ഒരു ദൈവത്തിൽ നിന്നാണ് നമ്മളിപ്പോ വീട്ടിൽ അരി വാങ്ങിച്ചുകൊണ്ട് വന്ന് കുതിർത്തു. അരി പൊടിച്ചിട്ട് നമ്മള് കുറച്ചെടുത്തിട്ട് ഇടിയപ്പം ഉണ്ടാക്കി, കുറച്ചെടുത്തിട്ട് ഇഡ്ഡലിക്ക് വെച്ചു, കുറച്ചെടുത്തിട്ട് കുഴലപ്പം ഉണ്ടാക്കി. പക്ഷെ ആ ഉപാദാന കാരണം എന്ന് പറയുന്നത് എന്താണ്? അരിയാണ്. അരി എന്ന ഉപാദാന കാരണത്തിൽ നിന്നാണ് കാര്യകാരണങ്ങൾ വിവിധത്തിലായിട്ടുണ്ടായിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വർണം, അത് നമ്മൾ ഇതിനകത്തൊക്കെ പറഞ്ഞാണ്. സ്വർണം എന്ന ലോഹത്തിൽ നിന്നും വിവിധ ആഭരണങ്ങൾ ഉണ്ടാക്കി കഴിയുമ്പോൾ ഉപാദാന വസ്തു എന്താണ്? സ്വർണമാണ്. എന്ന് പറഞ്ഞാൽ ബ്രഹ്മമാകുന്ന ഉപാദാന വസ്തുവിൽ നിന്ന് കാര്യകാരണങ്ങളായ പ്രപഞ്ച വസ്തുക്കളും സർവഭൂതങ്ങളും വിക്ഷേപിക്കപ്പെട്ടു. അങ്ങനെ വിക്ഷേപിക്കപ്പെടാൻ വേണ്ടി ഈശ്വരനാകുന്ന ഉണ്മ വിചാരിച്ചു എനിക്ക് പലതാകണം എന്ന് വിചാരിച്ചപ്പോൾ ത്രിഗുണങ്ങളെ സൃഷ്ടിച്ചു. സത്വ രജ തമോ ഗുണങ്ങളെ സൃഷ്ടിച്ചുകൊണ്ട് മായയുടെ സഹായത്താൽ അതിൽ വിക്ഷേപമുണ്ടാക്കി, ചലനമുണ്ടാക്കി. കഴിഞ്ഞ ദിവസം നമ്മുടെ ഇതിൽ പറഞ്ഞതാണ് ചലനമുണ്ടാക്കി. എവിടെയും ചലനം ഉണ്ടപ്പോഴേ പുതിയ പ്രോഡക്ട്സ് ഉണ്ടാകുകയുള്ളൂ. ചലനമുണ്ടാക്കി. അങ്ങനെ ഒരു ഹിരണ്യാണ്ഡമുണ്ടായി. ആ ഹിരണ്യാണ്ഡമാണ് വിരാട് പുരുഷനായി, ഈ പ്രപഞ്ചമായി, ഈ ചരാചരങ്ങളായി നമ്മള് ഈ കാണുന്നത് എല്ലാം. അങ്ങനെ ഏകവും അദ്വിതീയമായ ആത്മതത്വത്തെ നമ്മുടെ പൂർവികർ മനസ്സിലാക്കുകയും അത് നമ്മളായ അജ്ഞാനികളിലേക്ക് സമർപ്പിക്കുകയും ചെയ്ത മഹാപുരുഷന്മാരിൽ ചിലരാണ് ആര്? ശ്രീനാരായണ ഗുരുസ്വാമി, ചട്ടമ്പി സ്വാമികൾ, അതുപോലെ സമയമാകുമ്പോ പറയണേ വിവേകാനന്ദ സ്വാമികൾ, ശ്രീരാമകൃഷ്ണ പരമഹംസൻ. ഏറ്റവും പ്രധാനപ്പെട്ട അദ്വൈതത്തിന് ഭാരതത്തിൽ വേരുറപ്പിച്ച ഒരു ആളാണ് ശങ്കരാചാര്യ സ്വാമികൾ. ശങ്കരാചാര്യ സ്വാമികളുടെ കാലം വന്നപ്പോഴാണ് അദ്വൈതം നമ്മുടെ ഭാരതത്തിൽ വേരുറപ്പിച്ചത്. അദ്ദേഹത്തിന്റെ ജ്ഞാനം കൊണ്ട് ഈ പലതരത്തിലുള്ള അന്ധവിശ്വാസങ്ങളും വിഘടമായ സംസ്കാരങ്ങളും നടന്നുകൊണ്ടിരുന്നപ്പോൾ ആ ശങ്കരാചാര്യ സ്വാമികൾ ഓരോരുത്തരെയും വിളിച്ചു, എന്നോട് സമ്മതിക്കാന്ന് പറഞ്ഞാൽ ഇതാ. അപ്പോൾ അവരെ എല്ലാം അദ്വൈതം പറഞ്ഞ് അവരെയൊക്കെ തോപ്പിച്ചിട്ട് അവർ പരാജയപ്പെട്ട സ്ഥലത്തേക്ക് നമ്മുടെ അദ്വൈതം വേരുറച്ചു. അതിന്റെ ഒരു ഉദാഹരണമാണ് ശങ്കരാചാര്യയുടെ പരകായ പ്രവേശം. സത്യമാണോ എന്ന് എനിക്കറിയില്ല. അപ്പൊ അദ്ദേഹം പലതിനും വെല്ലുവിളി നേരിട്ടു. ഇത്രയുമല്ല ആയപ്പോ അദ്ദേഹത്തെ തോപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. എന്നാൽ എന്താണ് കാമശാസ്ത്രത്തെ കുറിച്ച് സംസാരിക്കാൻ പറഞ്ഞു. അപ്പം കാമശാസ്ത്രവുമായി യാതൊരു അറിവുമില്ലാത്ത ശങ്കരാചാര്യ സ്വാമികൾ അവിടെയും വയ്യ എന്ന് പറഞ്ഞു. ഒരാഴ്ച എനിക്ക് സമയം തരണം എന്ന് പറഞ്ഞപ്പോ അതിന്റെ ഒരു കഥയാണ് പരകായ പ്രവേശത്തിലൂടെ അങ്ങനെ ശങ്കരാചാര്യ സ്വാമികൾ അതും സ്വായത്തമാക്കി അവരെ പരാജയപ്പെടുത്തി എന്ന കഥ. എനിക്ക് ശരിയാണോ എന്നറിയത്തില്ല. അപ്പൊ അങ്ങനെ അദ്വൈത ചിന്തയിലേക്ക് ഭാരതത്തെ നയിച്ച മഹാന്മാരാണ് ഇവരെല്ലാം. അപ്പൊ നമ്മള് എന്താണ് ഈ അദ്വൈതത്തെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത്? നമ്മള് രാവിലെ എഴുന്നേക്കും, ഒരു കാർ എടുക്കും, അല്ലെ പണ്ടൊക്കെ ആണെങ്കിൽ അത്രയില്ല, ഒരു 10-25 അമ്പലത്തിൽ രാവിലെ പോകും. എല്ലായിടത്തും അമ്പലത്തിൽ പോകുന്നൊരു കുറ്റമല്ലേ പറഞ്ഞത്. പക്ഷെ എല്ലാം ഒന്നാണ് എന്ന് നമ്മുടെ മനസ്സിലൊരു കോൺസെപ്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ഓടുമോ? ഞാൻ ഓടത്തില്ല. ഞാൻ ആ അവസ്ഥയിലേക്ക് ഒരുമാതിരി എത്തിയ ഒരു വ്യക്തിയാണ്. കാരണം ഞാൻ ഓടത്തില്ല. അവിടെ ഇരിക്കുന്നതും ഇവിടെ ഇരിക്കുന്നതും
അതും ഇതും എല്ലാം ഒരു പവറാണ്, ഒരു ശക്തിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ തീർത്ഥാടനം നമുക്ക് ആവശ്യമാണ് കേട്ടോ, അത് ഞാൻ പറയുന്നില്ല, തീർത്ഥാടനം. അപ്പൊ അങ്ങനെ നമുക്ക് മനസ്സിലാക്കാത്തതാണ് നമ്മുടെ ഈ അസന്തുഷ്ടിക്കെല്ലാം കാരണം. ഞാൻ ആരാണ്, ഞാൻ എന്താണ് എന്ന ബോധം നമുക്കില്ലാത്തിടത്തോളം കാലം നമ്മൾ ചിന്തിച്ച് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളെല്ലാം ചെന്ന മെന്റൽ ഡിപ്രഷനും ഉണ്ടാക്കിയിട്ട് അടുത്തുള്ളവരോട് മോശമായി സംസാരിച്ചിട്ട് അവരെ വെറുപ്പിച്ചിട്ട് നമ്മൾ സംതൃപ്തി നേടുന്ന ഒരു മെന്റൽ വിഷയത്തിലേക്ക് പോകും. എന്താണെന്ന് വെച്ചാൽ ഞാൻ ആരാണ് എന്ന ബോധം, അതിനാണ് ആത്മബോധം എന്ന് പറയുന്നത്. അപ്പൊ ആത്മീയമായ അറിവ് ഉള്ളവർക്ക് മാത്രമേ ആത്മബോധം ഉണ്ടാകുകയുള്ളൂ. ഭാഗവതത്തിനകത്തിൽ മുഴുവനും ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ഭാഗവതം എന്ന് പറഞ്ഞ വേദാന്ത സാരം ഇത് ഭാഗവതം എന്നാണ് വ്യാസ മഹർഷി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിനകത്തെല്ലാം ഈ സംവാദങ്ങളിലെല്ലാം അവസാനം എല്ലാം ഒന്ന്. അതിന് ഭാഗവതം വായിക്കുന്നവർക്കറിയാം, ബാണയുദ്ധം വായിച്ചിട്ടുള്ളവർക്കറിയാം. കൃഷ്ണനും ശിവനും തമ്മിലുള്ള യുദ്ധമായി മാറുന്നു, ബാണനും കൃഷ്ണനുമായിട്ട്. അവസാനം കൃഷ്ണനും അവരും കൂടെ അവസാനം പറയുന്നു, നിങ്ങൾ എന്തിനു കിടന്ന് അടിക്കുന്നു, ഞങ്ങൾ രണ്ടും ഒന്നു തന്നെ ആണ് എന്ന്. പല സ്ഥലത്തും ഈ മഹാദേവനും അല്ലെങ്കിൽ കൃഷ്ണനും വിഷ്ണുവും എല്ലാം കൂടി വരുമ്പോൾ ഞങ്ങൾ ഒന്നാണ് എന്ന് ആഘോഷിക്കുന്നു. പക്ഷെ നമ്മൾ അതൊന്നും മനസ്സിലാകുന്നില്ല. അതിനകത്തെ എന്താണ് നെഗറ്റീവായിട്ടുള്ള കഥ, നമുക്ക് ക്രിറ്റിസൈസ് ചെയ്യാൻ പറ്റിയ കഥ എന്താണ്, ഇങ്ങനെ എന്നാലും വ്യാസഭഗവാൻ എഴുതി വെക്കാമായിരുന്നുവോ ഇതൊക്കെ എന്ന് ചിന്തിക്കും. അവിടെ കഥയ്ക്കല്ല പ്രസക്തി, അതിനകത്തായ തത്വത്തിനാണ് പ്രസക്തി. അപ്പൊ തത്വങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഈ അദ്വൈത ചിന്തയിൽ ഈശ്വരൻ ഒന്നേ ഉള്ളൂ, അതെന്റെ ഭഗവാൻ ഇതിനകത്ത് ഗീതയ്ക്കകത്ത് പറയുന്നുണ്ട്, എന്താണ്, ഈശ്വരോ സർവഭൂതാനാം ഹൃദയസ് തിഷ്ഠതി അർജുന, എല്ലാ ഭൂതങ്ങളുടെയും ഹൃദയങ്ങളിൽ സ്ഥിതി ചെയ്യുന്നു. ഭ്രാമയൻ സർവഭൂതാനി യന്ത്രരൂഢാനി മായയാ, എല്ലാ ഭൂതങ്ങളിലും ഒരു മായയാൽ ഉള്ള ഇതിൽ ഞാൻ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. എല്ലാവരിലും സ്ഥിതി ചെയ്യുന്നത് ഞാൻ തന്നെയാണ് എന്ന അദ്വൈതം ആദ്യമായിട്ട് ശക്തമായിട്ട് നമ്മളെ പഠിപ്പിച്ചത് ഭഗവത്ഗീതയിൽ കൂടി ഭഗവാൻ കൃഷ്ണനാണ്. അതൊന്നും നമ്മൾ വായിക്കുന്നില്ല. നമ്മൾ ഇതെന്തോലും വായിക്കും, ഇതിനകത്തെ അർത്ഥം മനസ്സിലാവുന്നില്ല. നമ്മളിത് പഠിക്കുമ്പോൾ അതിനകത്ത് എന്താണ് നമുക്ക് ഉദ്ദേശിച്ചിരിക്കുന്നത് ഭഗവാൻ എന്ന് പോയിന്റ് ചെയ്ത് മനസ്സിലാക്കും. അപ്പം ഇതിനകത്ത് വ്യക്തമായിട്ടുണ്ട്, ഈശ്വരോ സർവഭൂതാനാം ഹൃദയത്തിലാണെന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ ശംഖ ചക്ര പങ്കജ ഗജാധാരിയായിട്ട് ഹൃദയത്തിൽ കയറി ഇരുന്നാൽ പിന്നെ ഹൃദയത്തിന് ചക്രമരണം നടക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷെ എങ്ങനെയാണ്? നമ്മുടെ പ്രാണനായിട്ട്, നമ്മുടെ കോൺഷ്യസ്നസ് ആയിട്ട് നമ്മളെ സ്ഥിതി ചെയ്യുന്നു. ആ ശക്തി എന്താണ്? ഞാനാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ആ ശക്തിയെ അറിയാതെ നമ്മള് കസ്തൂരി മൃഗം അതിന്റെ ശരീരത്തിൽ നിന്നും പുറപ്പെടുന്ന സുഗന്ധം തേടി ഇതെവിടെ നിന്ന് വരുന്നു, ഇതെവിടെ നിന്ന് കസ്തൂരി മൃഗം ഇങ്ങനെ ഓടുകയാണ്. അതുപോലെ ഒരു മൃഗമായി മാറുകയാണ് നമ്മൾ ഈശ്വരനെ തേടിയുള്ള ഓട്ടത്തിൽ. ഈശ്വരൻ നമ്മുടെ കയ്യിൽ കുമ്പിളിൽ, ഞാൻ ഈ കൈക്കുമ്പിൾ എപ്പോഴും പറയുന്നുണ്ട്, കൈക്കുമ്പിളിലെ ഇതിനകത്ത് പറയണ്ട ബന്ധങ്ങ കുരു എന്ന് പറയും. എന്ന് പറഞ്ഞാൽ അതുപോലെ ഇന്ന് ഞാൻ ക്ലാസ് എടുത്തതിനകത്താണ് ഇതായിരുന്നു ഗോവിന്ദ പട്ടാഭിഷേകം. അപ്പം അതിലെ ബന്ധങ്ങ കുരു പോലെ നമ്മുടെ കൈക്കുമ്പിളിൽ ഇരിക്കുന്ന ഭഗവാനെ ആർക്കാസ്വദിച്ച് പുരുഷാർത്ഥം നേടാൻ കഴിഞ്ഞു? അദ്യാഭ്യാസമോ ഒന്നുമില്ലാത്ത ഗോപന്മാർക്ക് അത് സാധിച്ചു. ഈ ദേവന്മാർക്ക് പോലും സാധിക്കാത്തത് നിഷ്കളങ്കരായ ഗോപന്മാർക്ക് അത് സാധിച്ചു. എന്തു മഹാഭാഗ്യം എന്നാണ് അതിനകത്ത് പറയുന്നത്. അപ്പം നമ്മുടെ കൈക്കുമ്പിളിലിരിക്കുകയാണ് ഈശ്വരൻ. ഈ കൈക്കുമ്പിളിലിരിക്കുന്ന ഈശ്വരനെ നമ്മൾ അറിയാതെ പലതിനു വേണ്ടി നമ്മളിങ്ങനെ ചുറ്റിക്കറങ്ങുമ്പോൾ നമുക്കുണ്ടാകുന്ന മാനസികമായ അസ്വസ്ഥത, പക്വതയില്ലായ്മ. അപ്പൊ ഞാൻ ഈശ്വരനാണ് എന്ന് പറയുമ്പോൾ എൻ്റെ അടുത്തിരിക്കുന്ന ആളെ ഞാൻ റെസ്പെക്ട് ചെയ്യും. അവര് പറയുന്ന അതും ഈശ്വരനാണല്ലോ. അപ്പം അതിനൊരു ഉദാഹരണം, ശ്രീരാമകൃഷ്ണ പരമഹംസന് എല്ലാം ബ്രഹ്മമാണ്, അവസാനം പറയുന്നത് എല്ലാം ബ്രഹ്മമാണ് എന്നാ പറഞ്ഞപ്പോ രാമൻ എന്നൊരു ശിഷ്യനുണ്ടായിരുന്നു. ആ ശിഷ്യന് ഒരു ദിവസം വെളിയിൽ പോയപ്പോ ഒരു ആന
മേടെടുത്ത് ഓടി വരുന്നു. ഓടി വരുന്നപ്പോ ആനക്കാരൻ പറഞ്ഞു, മാറിക്കോ മാറിക്കോ എന്ന് പറഞ്ഞു. പറഞ്ഞപ്പോ രാമൻ ഓർത്തു, ആന ബ്രഹ്മമല്ലേ, ഞാനും ബ്രഹ്മമല്ലേ, എനിക്ക് ഇവിടെ നിൽക്കാം എന്ന് വിചാരിച്ചു. ആന തുമ്പിക്കൈ കൊണ്ട് ചുരുട്ടിയെടുത്ത് അങ്ങേ പറമ്പിലോട്ട് ഒറ്റ ഏറ് കൊടുത്തു. അപ്പൊ ആ മുറിവൊക്കെ കൊണ്ട് ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ അടുക്കല് ചെന്ന് പറഞ്ഞു, അങ്ങല്ലേ പറഞ്ഞത് എല്ലാം ബ്രഹ്മമാണെന്ന്? എന്നിട്ട് ആന എന്നെ ചുരുട്ടിയെടുത്ത് എറിഞ്ഞു. നീ പോയി പച്ചമരുന്നൊക്കെ വെച്ചു, നിന്നോട് പറഞ്ഞായിരുന്നോ പുറകെ വന്ന ബ്രഹ്മം? ആനക്കാരനായ ബ്രഹ്മം നിന്നോട് പറഞ്ഞതായിരുന്നോ നീ മാറണേ, അങ്ങോട്ട് മാറേന്ന്? അപ്പം എല്ലാം നമ്മൾ കാണാ പഠിക്കുകയല്ല വേണ്ടിയത്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ ബുദ്ധിപൂർവം പ്രായോഗികമായിട്ട് അവസരത്തിന് ഉപയോഗിക്കുമ്പോഴാണ് ഈശ്വര സാക്ഷാത്കാരം നമുക്കുണ്ടാകുന്നത്. അല്ലാതെ കാണാ പഠിച്ചിട്ട് അത് പഠിച്ചു, ഞാനിവിടെ നിൽക്കുകയാണ്, ബ്രഹ്മമാ, ആനയും ബ്രഹ്മം ഞാനും ബ്രഹ്മം, ഇന്നാ പിടിച്ചു, ആന എടുത്ത് ദൂരെ കളഞ്ഞു. അപ്പൊ നമ്മളെ പഠിക്കുന്ന കാര്യങ്ങൾ, മനസ്സിലാക്കിയ കാര്യങ്ങൾ നമ്മുടെ ജീവിത സന്തോഷത്തിനും സമൂഹത്തിന്റെ ഉന്നതിക്കും അതുപോലെ തന്നെ സെൽഫ് സാറ്റിസ്ഫാക്ഷനും വേണ്ടി, വിജയത്തിനും, ജീവിതത്തിൽ വിജയമാണ് നമുക്ക് ആവശ്യം. ആ വിജയത്തിനും പ്രയോജനകരമല്ലാത്ത യാതൊരു പഠിത്തവും ഒരു വിദ്യാഭ്യാസവും നമ്മൾക്ക് അനുയോജ്യമല്ല. നമ്മുടെ ജീവിതത്തിന്റെ മുന്നേറ്റത്തിനും മാനസിക സന്തോഷത്തിനും എന്താണോ ഉതകുന്നത് അതിനെ കണ്ടെത്തി അതിലേക്ക് നമ്മൾ തിരിയുമ്പോൾ ഉണ്ടാകുന്ന എന്താണ് സാറ്റിസ്ഫാക്ഷനാണ് ഈശ്വര സാക്ഷാത്കാരം, ആനന്ദം. ഈശ്വരൻ എന്താണ്? സത്യം പരം ധീമഹി. ആ സത്യമായ പരമായ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ സച്ചിദാനന്ദനാണ്, സത്ത് ചിത്ത് ആനന്ദം. ആ സച്ചിദാനന്ദനെ ഭജിക്കുമ്പോഴുണ്ടാകുന്ന സന്തോഷം, അതാണ് ഈശ്വര സാക്ഷാത്കാരം. അപ്പൊ ഋഷിമാർ നമ്മളെ പരീക്ഷിത്ത് എന്തുകൊണ്ട് 7-ാം ദിവസം ഇത് കഴിച്ചു പിന്നെ മരിക്കും എന്നൊരു ശാപം കിട്ടി. ആ ഭാഗവതം എന്ന 7 ദിവസത്തെ ആ സങ്കല്പം ഉണ്ടാവാനുള്ള വഴി എന്താണ്? ശമീക മഹർഷി എന്തിലായിരുന്നു? ധ്യാനത്തിലായിരുന്നു, നിർവികൽപ്പ സമാധിയിലായിരുന്നു. നിർവികൽപ്പ സമാധി എന്ന് പറഞ്ഞാൽ അന്തർമുഖരായിട്ട് ഉള്ളിലെ ഈശ്വരനെ അനുഭവിച്ചിങ്ങനെ ആനന്ദത്തിൽ എല്ലാം മറന്ന് ചിത്താകാശത്തിൽ അങ്ങനെ സന്തോഷിച്ചിരിക്കുമ്പോൾ ഈ പ്രകൃതി നടക്കുന്ന യാതൊരു കാര്യവും പ്രപഞ്ചത്തിലെ പഞ്ച ഇന്ദ്രിയങ്ങളുടെ ഒരു വിഷയവും നമ്മളെ ബാധിക്കില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് ചെന്ന് വെള്ളം ചോദിക്കുന്നത് രാജാവ്. അദ്ദേഹം ഇതറിയുന്നില്ല, വെള്ളം കൊടുത്തില്ല, ഒരു പാമ്പിനെ എടുത്ത് കഴുത്തിലിട്ടിട്ട് പോയി. ആ ഒരു സംഭവമാണ് നമ്മൾ ഇന്ന് സപ്താഹമാകുന്ന ഈ ഭാഗവതം ഇങ്ങനെ ഇന്നും 5000 വർഷം കൊണ്ട് നിലനിന്നു പോകുന്ന സംഭവം. എന്താണ്? ഒരു സാമ്യയുടെ, ഒരു ഋഷിയുടെ നിർവികൽപ്പ സമാധി ഉണ്ടായ വിഘ്നത്തിന് കാരണമായപ്പോൾ മകൻ ശിക്ഷിച്ചതാണ്. അപ്പൊ 7 ദിവസത്തേക്ക് ആ പരീക്ഷത്തിന് ആയുസ്സുണ്ടെന്ന് അറിഞ്ഞു. ഇന്ന് ഞാനിന്നൊരു ഇത് കേട്ടതാണ്, 7 ദിവസം ആയുസ്സുണ്ടല്ലോ എന്ന് ഓർത്ത് അദ്ദേഹത്തിന് സമാധാനിക്കാം. നമുക്ക് ഓർക്കാനില്ല. നമുക്ക് അങ്ങോട്ട് പോയ ശ്വാസം തിരിച്ചിങ്ങോട്ട് വരുമോ എന്നുള്ളതിന് യാതൊരു ഗ്യാരണ്ടിയും ഇല്ല. ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അടുത്ത വാക്ക് എനിക്ക് പറഞ്ഞു തീർക്കാൻ പറ്റുമോ എന്നെനിക്കൊരു ഗ്യാരണ്ടിയും ഇല്ല. നമ്മുടെ പിന്നാലെ മരണം എന്താണ്? ധാവതി എന്നാണ് പറയുന്നത്, ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഉള്ള നമ്മൾ എന്തിനഹങ്കരിക്കുന്നു? അടുത്ത നിമിഷം നമ്മൾ ഉണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ മാനസികമായി പക്വത വന്നിട്ട് ഉള്ളിലെ ആത്മാവിനെ, ആ ഈശ്വരനെ അറിഞ്ഞിട്ട് പരന് ഉപകാരമായിട്ട്, അതാണ് ശ്രീനാരായണ ഗുരുസ്വാമി പറഞ്ഞത്, പരന് ഉപകാരമായിട്ട് നമ്മൾ സംസാരിക്കുന്ന ഓരോ വാക്ക് പോലും ഹിംസയാണ്. അത് ഹിംസയാവാതെ വേദനിപ്പിക്കാതെ ഒരാൾക്ക് എത്ര സന്തോഷം നമുക്ക് കൊടുക്കാൻ കഴിയുന്നു, അതാണ് ഏറ്റവും വലിയ ഈശ്വരനോട് ചെയ്യുന്ന നമ്മുടെ പ്രാർത്ഥന. അല്ല ബാഹ്യമായി കാണിക്കുന്നതൊന്നും ഈശ്വരൻ അദ്ദേഹത്തെ കളിപ്പിക്കാൻ ഒരുത്തർക്കും പറ്റില്ല. നമ്മൾ ചിന്തിക്കുന്നതിന് മുമ്പേ നമ്മുടെ അകത്തിലിരിക്കുകയാണ്. നീ ഇതാണ് ചിന്തിക്കാൻ പോകുന്നതെന്ന് അദ്ദേഹം അപ്പൊ തന്നെ നേരത്തെ അറിഞ്ഞു കഴിഞ്ഞു. അറിഞ്ഞിട്ടാണ് നമ്മൾ ഈ കാണിക്കുന്നത്. അദ്ദേഹത്തെ കളിപ്പിക്കാൻ പോയി തലക്കിഴിഞ്ഞ് 10 രൂപ കൊണ്ട് വഞ്ചിയിലിട്ടാലോ വലിയൊരു പായസം കഴിച്ചാലോ, നമ്മുടെ ശബരിമല മാക്ഡവലിന്റെ ഓണറാണ് സ്വർണം കൊണ്ട് എന്താണ് 18ാം പടി ഉണ്ടാക്കിയത്. അത് ചവിട്ടി ഇപ്പൊ കയറുന്നവരുടെ കാലൊക്കെ കൊള്ളും. എന്താണ്? കട്ടുണ്ടാക്കിയ മുതലാണ്. ഭാരതത്തിന്റെ 900 കോടി
മോഷ്ടിച്ചുണ്ടാക്കിയ ആ 18-ാം പടിയെ ചവിട്ടിയാൽ ഭക്തന്റെ കാല് പൊള്ളും. അങ്ങനെ ആരും ഭക്തി ഭഗവാന്റെ അടുക്ക കാണിക്കരുതേ. ഒരു തുളസിപ്പൂ ആയാലും നമ്മുടെ മുറ്റത്ത് നട്ടത് ഓം നമോ ഭഗവതേ വാസുദേവ എന്ന് വിളിച്ചുകൊണ്ട് പറിച്ച് ക്ഷേത്രത്തിൽ കൊണ്ട് കൊടുത്താൽ ഈശ്വരൻ നമ്മളെ അനുഗ്രഹിക്കും. നീ അത് ചെയ്തത് അന്നാ സമയമായോ അക്ക? സമയമായോ? ഇല്ല കേട്ടോ, പറയണേ. തുടർന്നോ. ഇല്ല അക്ക, തുടർന്നോളൂ. അങ്ങനെ ഭക്തിയെ നമ്മൾ വിഭക്തിയാക്കി മാറ്റാതെ, ഭക്തിയെ നമ്മൾ സേവനമാക്കി മാറ്റിക്കൊണ്ട്, ഭക്തിയെ നമ്മൾ കരുണയാക്കി മാറ്റിക്കൊണ്ട്, സാമൂഹ്യ സേവനമാക്കി മാറ്റിക്കൊണ്ട്, നമ്മളെ സ്നേഹിച്ചുകൊണ്ട്, ഭക്തിയെ നമ്മളെ സ്നേഹിക്കണം. ഭക്തി കൊണ്ട് നമ്മൾ ആദ്യം നമ്മളെ സ്നേഹിക്കട്ടെ, പിന്നെ അടുത്ത ആളെ സ്നേഹിക്കട്ടെ. സ്നേഹിക്കാൻ അറിയാൻ വയ്യാത്ത ഒരാളിനെ എനിക്ക് സ്നേഹിക്കാൻ അറിയത്തില്ല, പിന്നെ എനിക്ക് അടുത്ത ആളിനെ സ്നേഹിക്കാൻ പറ്റുമോ? ഇല്ല. ആ വികാരം എന്നിലില്ലല്ലോ, ഞാൻ പിന്നെ എങ്ങനെ സ്നേഹിക്കും? സോ അപ്പം സ്നേഹം, ഗോഡ് ഈസ് ലവ്, ഗോഡ് ഈസ് ട്രൂത്ത്. അതാണ് മുമ്പേ പറഞ്ഞത്, സത്യം പരം ധീമഹി. ഗോഡ് ഈസ് ലവ്. ഗോഡ്, ഈശ്വരൻ എന്ന് പറയുന്നത് സ്നേഹമാണ്. ആ സ്നേഹം എല്ലാത്തിലേക്കും വളരട്ടെ. അങ്ങനെ ഭഗവാന് എന്ന് പറയുന്ന കോൺസെപ്റ്റ് രണ്ടില്ല, ഒന്നാണ് എന്ന് ശ്രീനാരായണ ഗുരു സ്വാമികളും അതുപോലെ വേദങ്ങളിലും ചട്ടമ്പി സ്വാമികളും ഇവരെല്ലാം നമ്മളെ, ശങ്കരാചാര്യ സ്വാമികളാണ് എനിക്ക് എടുത്തു പറയാനുള്ള അദ്വൈതത്തിന്റെ വക്താവ് എന്ന് പറയുന്നത്. ശങ്കരാചാര്യ സ്വാമികളും ഒക്കെ നമുക്ക് കാണിച്ചു തന്ന ആ വഴിയെ സാത്വികരായിട്ട് നന്മ ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ അദ്വൈത ചിന്തകരായി മാറും. നമുക്ക് മനസ്സിന് സന്തോഷമുണ്ടാവും. എപ്പോഴും വറീസ് ഇല്ലാതെ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, സത്യമാണ് ഞാൻ പറയുന്നത്, ഞാൻ ഇതെല്ലാം കൊണ്ട് നടക്കുന്നു. ഐ ഡോണ്ട് ഹാവ് എനി വറി. ഒരു ദുഃഖവുമില്ല, ഒന്നുമില്ല. ഞാനൊരു തുമ്പിയെ പോലാണ് ഇങ്ങനെ നടക്കുന്നത്. ഞാൻ എല്ലാവരെയും ചിരിപ്പിക്കും. ഇപ്പൊ ഇത് സംസാരിക്കുമ്പോൾ ഞാൻ സീരിയസ് ആണ്. കാരണം എല്ലാവരും പറയും ഞാൻ ഇത് സംസാരിക്കുമ്പോൾ സീരിയസ് ആണ്. കാരണം ഞാനിപ്പോ ബോഡി കോൺഷ്യസ് അല്ല, ഞാനിപ്പോ സബ്ജക്ട് കോൺഷ്യസ് ആണ്. അപ്പൊ എനിക്ക് ചിരിക്കാനൊന്നും തോന്നത്തില്ല. സോ എപ്പോഴും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക, ചിരിപ്പിക്കുക, അതൊക്കെയാണ് ഈശ്വരൻ. കൃഷ്ണനെ കണ്ടിട്ടുണ്ടോ? കൃഷ്ണന്റെ ഒരു പ്രത്യേകത എന്താണ്? എപ്പോഴും മുഖത്തൊരു പുഞ്ചിരിയാണ്. ഭഗവാന്റെ ഏറ്റവും പ്രത്യേക ഒരു ക്വാളിറ്റി എന്താണ്? ആ പുഞ്ചിരിയാണ്. ആ പുഞ്ചിരിയിൽ എല്ലാവരെയും കീഴടക്കിക്കൊണ്ട്, എന്നാൽ എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ട് ഭഗവാൻ നമുക്ക് ലീലയാടി കാണിച്ചു തന്നു. എങ്ങനെയാണ് നിങ്ങൾ ഈ പ്രപഞ്ചത്തിൽ ജനിച്ച ഭൂതങ്ങളെല്ലാം, ഭൂതം എന്ന് പറയാൻ ഞാൻ കാരണം എന്താണെന്നറിയാമോ? വിവരമില്ലാത്തതൊക്കെ ആ ഭൂതങ്ങൾ. അപ്പൊ നമ്മളെല്ലാം വിവരമുള്ളത്, ഇതെല്ലാം കേട്ട് നമുക്കിപ്പോ, അപ്പൊ നമ്മളെ അല്ല, വെളിയിലുള്ളവരെയാണ് ഞാൻ പറഞ്ഞത്. ഭൂതം, ഭവിച്ചതെല്ലാം ഭൂതം എന്നാണ്. ഈ പ്രകൃതിയിൽ ഉണ്ടായതെല്ലാം ഭൂതം എന്ന് പറഞ്ഞാൽ സർവചരാചരങ്ങൾ. എല്ലാ ഭൂതങ്ങളെയും സംരക്ഷിച്ചുകൊണ്ട് അവരുടെ ആനന്ദത്തിന് വേണ്ടി ധർമ്മത്തെ നിലനിർത്തിക്കൊണ്ട് അധർമ്മത്തെ ഇല്ലാതാക്കിക്കൊണ്ട് അദ്വൈതത്തെ പ്രചരിപ്പിച്ചുകൊണ്ട് നമ്മളെ 125 വർഷം ലീലയാടിയ ഭഗവാനാണ് നമ്മുടെ റോൾ മോഡൽ. അതിൽ എല്ലാമുണ്ട്. പ്രേമമുണ്ട്, സ്നേഹമുണ്ട്, കള്ളത്തരമുണ്ട്. അതെല്ലാം ഈ സമൂഹത്തിൽ നടക്കുന്നതാണ്. ഈ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാമാണ് അദ്ദേഹം കാണിച്ചു തന്നത്. പ്രേമമില്ലാത്ത ജീവിതത്തിന് അർത്ഥമുണ്ടോ? പ്രേമം മീൻസ് സ്നേഹം. ഗോപികമാരുമായിട്ട് ലീലയാടി, അത് നെഗറ്റീവ്സ് ആയിട്ട് കാണുന്നെങ്കിലും അതിനകത്ത് ഒത്തിരി തത്വമുണ്ട്. സ്നേഹം, പ്രേമം, സെക്സ് ആൻഡ് എക്കണോമി, അതാണ് ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പ്. അത് രണ്ടുമില്ലെങ്കിൽ ഈ പ്രപഞ്ചമില്ല. എക്കണോമി വൺ സൈഡ്, സെക്സ് ഇല്ലെങ്കിൽ നമുക്ക് സെക്സ് മോശമായ ഒരു കാര്യമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് ഇല്ലെങ്കിൽ നമ്മുടെ പ്രകൃതിയെ സന്തുലനാവസ്ഥയിൽ നിർത്താൻ പറ്റില്ല. ഇപ്പൊ തന്നെ പ്രശ്നങ്ങളാണ്. അപ്പൊ അത് രണ്ടും അനാവശ്യമല്ല, ആവശ്യമാണ് എന്ന് ഭഗവാന്റെ ലീലകളിൽ കൂടി ഭഗവാൻ നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ട്. അതൊന്നും അനാവശ്യമല്ല. ആർക്കാണ് ഇത് അനാവശ്യമായിട്ട് തോന്നിയത്? ഈ തോന്നിയവരെല്ലാം ഇത് ചെയ്യുന്നില്ലേ? അപ്പോൾ നമ്മൾ എന്താണ് നല്ലതിനെ സ്വീകരിച്ചുകൊണ്ട്, സമൂഹത്തിന്റെ നൈതിക സ്വീകരിച്ചുകൊണ്ട് നമ്മൾ അദ്വൈത ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടി, ഈശ്വരൻ ഒന്നേ ഉള്ളൂ, ആരെതിലെ വിളിച്ചാലും ആ ഒറ്റ ഒരു ഈശ്വരന് മാത്രമേ ഈ പ്രപഞ്ചത്തെ കൺട്രോൾ ചെയ്ത് അതിൻ്റെതായ സന്തുലനാവസ്ഥയിൽ കൊണ്ടുപോകാൻ കഴിയുള്ളൂ. നമുക്കിപ്പോ ഒരു കസേര 2 മുഖ്യമന്ത്രിമാരെ ഒരേ പവറിൽ ഇരുന്നാലുള്ള അവസ്ഥ എന്താണ്? അപ്പൊ ഒരു ഈശ്വരൻ കൂടിയുടെ, ക്രിസ്ത്യാനികളുടെ ഒരു ഈശ്വരൻ ഒരാൾക്ക് കസേരയിൽ ഇരിക്കുന്നു, മുസ്ലിമിന്റെ വേറൊരു ഈശ്വരൻ ഇരിക്കുന്നു, പാഴ്സിയുടെ വേറൊരു ഈശ്വരൻ ഇരിക്കുന്നു.
ഈ 4 ഈശ്വരന്മാരും കൂടി അവിടെ ഇരുന്നാലത്തെ നമ്മുടെ പ്രപഞ്ചത്തിന്റെയും നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? അപ്പോൾ അങ്ങനെ സാധ്യമാകുമോ? ഇല്ല. അപ്പൊ എന്താണ്? എല്ലാം പല പേരിൽ പറയുന്നു, ഓരോ വിശ്വാസത്തിൽ പറയുന്നു. only one concept, that is that cosmic energy or ബ്രഹ്മം എന്ന സത്തായ ഉണ്മ, ആ ഉണ്മയിൽ നിന്നും വിക്ഷേപണം ചെയ്യപ്പെട്ട അനേകായിരം ഈശ്വര സ്വരൂപങ്ങളാണ് നമ്മൾ. ഈശ്വരന്റെ ആ വിക്ഷേപണം ചെയ്യപ്പെട്ട സ്വരൂപങ്ങളായിട്ട് നമ്മൾ ആ അദ്വൈതമായ ഈശ്വരനെ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ നമുക്ക് ആനന്ദമുണ്ടാകും, പരമാനന്ദമുണ്ടാകും. നമുക്ക് വേറൊന്നിനെ കുറിച്ചും ചിന്തിക്കാൻ അവസരമില്ല. നമ്മൾ ആ വഴിക്കേ തിരിയും. അങ്ങനെ എല്ലാവർക്കും ഒരു നല്ല ജീവിതം ഉണ്ടാവട്ടെ. ഭഗവാന്റെ ആ ബ്രഹ്മസ്വരൂപികളായ നമുക്ക് ബ്രഹ്മം തന്നെ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഒരച്ഛൻ മക്കളെ കാത്തുരക്ഷിക്കുന്നത് പോലെ ആ ബ്രഹ്മത്തിൽ നിന്ന് വന്ന മക്കളെയെല്ലാം ആ ബ്രഹ്മസ്വരൂപിയായ സാക്ഷാൽ ഈശ്വരൻ നമ്മളെയെല്ലാം രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ഈ അവസരം തന്ന ഇത് നിങ്ങൾ എന്നെ ക്ഷമിച്ച് കേട്ടോണ്ട് സഹിച്ചുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഹരി ഓം. ഹരി ഓം അക്ക, നമസ്കാരം. ഹരി ഓം. കുറച്ച് സമയം കൂടിയുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും രാജമാക്കയോട് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. അതല്ല എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിലും പറയാം. രാജമ്മാക്ക ഹരി ഓം. രാജമ്മാക്ക ഇന്ന് പറഞ്ഞതെല്ലാം ശരിക്കും ഇന്നത് കേട്ടില്ലായിരുന്നെങ്കിൽ വലിയൊരു നഷ്ടമായിരുന്നേനെ. അത്രയ്ക്ക് നന്നായിട്ടാണ് രാജമ്മാക്ക പറഞ്ഞ് മനസ്സിലാക്കി തന്നത്. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ഭാഗവതത്തിന്റെ ഇതുപോലെ ആഴ്ചയിൽ ദിവസം ഒരു ക്ലാസ് എടുക്കണം. ഇതുപോലെ രാജമ്മാക്കെ പോലെ അറിയാവുന്നവരും രാജമ്മയൊക്കെ ചേർന്ന് നമുക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞത്. ഒരുപാട് നല്ല ക്ലാസ് ആയിരുന്നു. ഹരി ഹരി ഓം ഗോപണ്ണ. ഹരി ഓം. ഹരി ഓം അക്ക. എന്തൊക്കെ രാജമ്മ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഇനി ഒന്നും പറയാനില്ല. അത് നന്നായി. അത്ര ഒന്നും സാധാരണ ബാക്കി വെക്കാറില്ല. അപ്പോ എന്നാലും എന്നെ ഒന്ന് ഉത്തരം മുട്ടിക്കാൻ വേണ്ടിയാലും ആരേലും വല്ലോ ഒന്ന് ചോദിച്ചോളൂ. അതും ഒരു ത്രില്ലാണല്ലോ. അങ്ങനെ ചോദിക്കാനൊന്നുമില്ല. രാജമ്മക്ക് അതിന്റെ വളരെ ലളിതമായി ഇന്ന് ഉച്ചയായപ്പോഴാണ് എന്നോട് ലാലിയൊക്കെ ഇത് പറയുന്നത്. അപ്പം ഞാൻ വയ്യ പറഞ്ഞില്ല. മീൻസ് 10% കോൺഫിഡൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങേറ്റു. നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ കുറെ കൂടെ വെൽ പ്രിപ്പയർഡ്. നമ്മള് ശങ്കരാചാര്യരെ കുറിച്ച് പറഞ്ഞപ്പോ എന്തോ പങ്കജാക്ഷണ്ണൻ എന്തോ പറയായിരുന്നു, പറഞ്ഞോളൂ. രാജമ്മക്ക പറഞ്ഞാൽ പിന്നെ രാജമ്മക്ക് ഏത് അവസരത്തിലും സംസാരിക്കാൻ അത് നല്ല അറിവുണ്ട്. അതിനെക്കുറിച്ച് ആധികാരികമായി പറയാനൊക്കും. അപ്പൊ അത് വളരെ ലളിതമായ രീതിയിൽ വലിയ ഗഹനമായ വിഷയം വളരെ ലളിതമായിട്ട് നമുക്ക് ഇത്രയും സമയം കൊണ്ട്, ചുരുങ്ങിയ സമയം കൊണ്ട് പറഞ്ഞു തന്നു. രാജമ്മക്ക് വളരെ നന്ദിയുണ്ട്. ഈ ഇങ്ങനെ ഒന്ന് പെട്ടെന്ന് തന്നെ ഈ ഒരു അവസരത്തില് ഈ അദ്വൈത പറയാനായിട്ടൊരു അവസരം ഈ അവസരത്തിൽ വന്നതും ഇങ്ങനെ പറഞ്ഞു തരാൻ കഴിഞ്ഞു അതിന് ഏറ്റവും വളരെ നന്ദിപൂർവ്വം രാജമ്മയ്ക്ക് സമർപ്പിച്ചോളൂ എല്ലാവരുടെയും പേരിൽ. ഹരിയോ. ഒന്നും ബാക്കി വെച്ചില്ലല്ലോ രാജമാക്ക, പിന്നെ ഞങ്ങൾ എങ്ങനെ ചോദിക്കും? നമ്മൾ ഇതിനെക്കുറിച്ച് ഗഹനമായി അറിയാമെങ്കിലേ ബാക്കി നിങ്ങളുടെ മനസ്സിൽ കിടക്കുള്ളൂ. അപ്പം അതാണ് അവിടുത്തെ പ്രശ്നം. നീണ്ട ഒരു യാത്രയില് പകുതി വഴിക്ക് ചെന്നപ്പോ നമ്മൾ ഇത് നിർത്തി കഴിയുകയാണ്. അപ്പൊ അടുത്ത വഴി ഉണ്ട് എന്ന് അതില് അന്വേഷിക്കണം ഇനി. അപ്പോഴാണ് കണ്ടെത്തുന്നത്. രാധാമണിയൊക്കെ പറഞ്ഞോളൂ. ഒന്നും പറയാതിരിക്കാൻ പറ്റില്ലെന്ന് പൊളിച്ചു. ഇപ്പോഴത്തെ അത്രേ പറയാനും കേട്ടില്ലായിരുന്നു. എനിക്ക് ഭയങ്കര നഷ്ടമായാലും. കൺഗ്രാജുലേഷൻസ്. സാധാരണ പ്രഭാഷണമൊക്കെ കേൾക്കാറുണ്ടക്ക, പക്ഷെ
പ്രഭാഷണം കേൾക്കുമ്പോൾ ഇത്രയും വ്യക്തമായിട്ട്, കാരണം അവർക്ക് സമയം കഴിയുന്നില്ലായിരിക്കും, പിന്നെ എന്നെ പോലുള്ള സാധാരണക്കാർക്കൊക്കെ ഇത്രയും മനസ്സിലാക്കത്തില്ല. അപ്പൊ അക്ക ഇതുപോലെ ഓരോ ഇതിനെ പറ്റി പറഞ്ഞു തന്നാൽ ഞങ്ങൾക്ക് നല്ല സന്തോഷമായിരിക്കും. നന്നായിട്ട് മനസ്സിലാകുന്നു. ഒരുപാട് സംശയങ്ങൾ മനസ്സിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, പക്ഷെ അതിന്റെയൊക്കെ ഉത്തരം അക്ക തരുന്നുണ്ട്. ശ്രീലതാക്കയ്ക്ക് ഒന്നും പറയാനില്ലയോ എന്റെ കൂട്ടുകാരിക്ക്? ഗോപണ്ണൻ എന്തോ ചോദിക്കാൻ വന്നായിരുന്നു. ഗോപണ്ണൻ ചോദിക്കട്ടെ ഹരിയമ്മ. ശ്രീലതാക്ക. വളരെ നന്നായിരുന്നു. ഇനി പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. അടിപൊളി അടിപൊളി വാക്കുപയോഗിക്കും. രാജമ്മക്ക, ഞാൻ ഉച്ചയ്ക്ക് പറഞ്ഞാലും വൈകുന്നേരം പറഞ്ഞാലും രാജമ്മക്ക റെഡിയാണെന്നുള്ളത് എനിക്ക് അറിയായിരുന്നു. എനിക്ക് രാവിലെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു, പിന്നെ ഉച്ച കഴിഞ്ഞ് വന്നാണ് ഞാൻ ഇതൊക്കെ ഒന്ന് നോക്കിയത്. അറിയും, ഞാന് പറയാൻ വന്നത് നമ്മുടെ ഇപ്പൊ അക്ക പറഞ്ഞ പോലെ, രാജമ്മക്ക പറയുമായിരുന്നു, നമ്മുടെ ശ്രീ ശങ്കരാചാര്യരുടെ പരക്കായ പ്രവേശനത്തിനെ കുറിച്ച്. ഇപ്പൊ ഈ ചോദ്യം ഇങ്ങനെ നടന്നിട്ടുണ്ടോ എന്ന് സ്വാമി ചിദാനന്ദപുരിയോട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ സ്വാമി ചിദാനന്ദപുരി പറഞ്ഞത് ഒരിക്കലും അങ്ങനെ നടക്കാൻ സാധ്യതയില്ലെന്ന്. അത് നമുക്ക് അഹല്യയുടെ ഒക്കെ കഥ അറിയാമല്ലോ. അങ്ങനത്തെ വൃത്തിയുടെ ശങ്കരാചാര്യർ ഒരിക്കലും ചെയ്യത്തില്ല എന്നാണ് സ്വാമി ചിദാനന്ദപുരി പറഞ്ഞത്. അതേസമയം എനിക്ക് തോന്നുന്നു പല വേറെ സ്വാമികള് ഇതെങ്ങനെയാണ് ഈ കഥ ഉണ്ടായത്, പൊതുവെ ഇപ്പൊ രാമായണം എഴുതുമ്പോഴും ഇല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതുമ്പോൾ പണ്ടത്തെ മഹാത്മാരെ കുറിച്ച് ഈ ഓട്ടോബയോഗ്രഫി പോലെ ബയോഗ്രഫി പോലെ എഴുതുമ്പോൾ കുറച്ചൊക്കെ കൂട്ടിച്ചേർത്ത് അവർ വലിയ ആൾക്കാരാണെന്ന് വെച്ച് അങ്ങനെ കൂട്ടിച്ചേർക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ആരോ കൂട്ടിച്ചേർത്തതാണ്. ഇത് അങ്ങനെ നടക്കാനുള്ള യാതൊരു സാധ്യതയും ഇല്ലെന്നാണ് സ്വാമി ചിദാനന്ദപുരി പലരും പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അത് ചെറിയൊരു കഥയാണ്, വേറെ ആരെങ്കിലും അങ്ങനെ ചെയ്ത് കാണുമായിരിക്കാം. പക്ഷെ ശങ്കരാചാര്യർ അങ്ങനെ ചെയ്യാൻ വഴിയില്ല. ഏതായാലും ഇത് ഞാനതിനെ പൂർണ്ണമായും പിന്തുണച്ച് പറഞ്ഞില്ല. അതെ അല്ല, അക്ക പറഞ്ഞ അത് ചിലപ്പോൾ നടന്നു കാണുമെന്നോ സംശയമാണ് എന്നാ ഞാൻ പറഞ്ഞു. അപ്പൊ അത് കറക്റ്റ് ആണല്ലോ. അതാണ് നമുക്കിത് പോലും അത് സംശയമുണ്ട്, അത് അങ്ങനെ നടക്കാൻ സാധ്യതയില്ല. ഈയിടെയായിട്ട് വാട്സപ്പിനകത്തൊക്കെ ആ കഥകൾ വരുന്നുണ്ട് കേട്ടോ. വാട്സപ്പിനകത്തും പിന്നെ നമ്മുടെ ഫേസ്ബുക്കിനകത്തും ഒക്കെ വരുന്നുണ്ട്, കഥ വരുന്നുണ്ട്. ഞാനും വായിച്ചു. ഞാനും ആ കഥ വായിച്ചു. ഹരിയോമണ്ണ, ചിദാനന്ദപുരി പറഞ്ഞപ്പോ അങ്ങനെ ഒരു വൃത്തികേട് കാണിക്കില്ല എന്ന് പറഞ്ഞതിന്റെ എന്തായിരുന്നു വൃത്തികേടായിട്ട്? എന്താന്ന് വെച്ചാല് ഒരു ബ്രഹ്മചാരിയല്ലേ, ബ്രഹ്മചാരി, അതും വേറെ സ്ത്രീയുമായിട്ട് എങ്ങനെയാണ് അത് അങ്ങനെ നടക്കാനുള്ള വഴിയില്ല. അത് വേറെ ഒരു രാജാവിന്റെ ശരീരത്തിൽ കയറിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ചെയ്യുന്ന പറഞ്ഞാല് മഹാ ദോഷമാണ്. അത് ശരിയല്ല. നമ്മള് അങ്ങനത്തെ ആവശ്യമേ ഇല്ല. അപ്പൊ അത്രയും കഴിവുള്ള ഒരാളാണെങ്കിൽ ഒരു സ്ത്രീയെ ഉണ്ടാക്കാൻ വരുന്നല്ലോ. കാമശാസ്ത്രം എഴുതിയ ഋഷി വിവാഹം കഴിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹം എല്ലാം വ്യക്തമായിട്ട് അതിൽ എഴുതിയിട്ടുണ്ട് എന്നാ പറയുന്നത്. അപ്പം നമുക്ക് എന്താണ് ഇങ്ങനെ തപസ്സികൾക്ക് എല്ലാത്തിനെയും മനസ്സിലാക്കാനുള്ള അഷ്ടസിദ്ധികളുണ്ട്. ആ സിദ്ധിയിൽ അവർക്ക് ഗ്രഹിക്കാൻ കഴിയും. പിന്നെ അവരുടെ ശരീരത്തോടും ഹോർമോൺസ് ആണല്ലോ പോകുന്നത്. അപ്പൊ അതിൻ്റെതായ ഇതൊക്കെ അവർക്ക് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഒരു കഥ ശരീരം അവിടെ വിട്ടിട്ട് ശിഷ്യരോട് നോക്കാൻ പറഞ്ഞു, എന്നിട്ട് പിന്നെ വന്നു, അങ്ങനെയൊക്കെ പറയുന്നത് അതിന്റെ ആവശ്യമില്ലെന്നാണ് പറയുന്നത്. ശങ്കരാചാര്യർക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല. കുറെ ഇതെല്ലാം ഇങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു വന്നു കഴിയുമ്പോ കൂട്ടിച്ചേർത്ത് വരുമായിരിക്കും. എനിക്ക് തോന്നുന്നു നമുക്ക് ആലോചിച്ചാൽ മതി. ശങ്കരാചാര്യരും ഇല്ലെങ്കിൽ അദ്വൈതത്തില് സംസാരിക്കുന്നവരെല്ലാവരും ഷാർപ്പായിരിക്കും, വളരെ ബുദ്ധിപരം, നല്ല ഇന്റലിജന്റ് ആയിരിക്കും. അതിപ്പോ നമുക്ക് ആരെ കണ്ടാലും അത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഭക്തിയിലൂടെ പോകുന്നവര് ആ ഷാർപ്നെസ് കാണിക്കാറില്ല. അവർക്ക് ബുദ്ധിയിലെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ അത് അവര്
അത്രയും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അദ്വൈതത്തിന്റെ കാര്യം പറയുമ്പോൾ നല്ല തർക്കം ചെയ്യണം, ഇന്റലിജൻസ് അവിടെ വേണം. ഒരുപാട് ജ്ഞാന മാർഗമാണല്ലോ ഇത്. അപ്പൊ അതുകൊണ്ട് ബുദ്ധിയാണ് യൂസ് ചെയ്യുന്നത്, വളരെ ഷാർപ്പ് മൈൻഡ്. അപ്പൊ അങ്ങനത്തെ ഒരാൾക്ക്, അത്രയും ഷാർപ്പായിട്ടുള്ള ഒരാൾക്ക് അങ്ങനെ പോയിട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അറിയേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ സ്വന്തമായിട്ട് അറിയാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് എനിവേ, അപ്പൊ നമുക്കത് ഒരു കാര്യം ഞാൻ കഥയുമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ് കേട്ടോ. അതാണ് അതാണ് കാമശാസ്ത്രം അവർ ചോദിച്ചത്. സർവജ്ഞപീഠം കയറാനുള്ള കയറി. എനിവേ, ഒരാളെ കയറിയിട്ടുള്ളത് ശങ്കരാചാര്യ സ്വാമികളാണ്. അതെ. ശരി. ഹരിയോം. ഹരിയോം ഓമനക്കുട്ടിയൊക്കെ സമയമായെന്തോ. ഹരിയോം. നമുക്ക് ഇവിടെ ക്ലോസ് ചെയ്യാം. ഈ അദ്വൈതാമൃതത്തിന്റെ 11ാമത്തെ ദിവസത്തെ പഠന ക്ലാസ്സിലേക്ക് എത്തിയ ഏറെ ബഹുമാന്യനായ ഓപണന് ആദരവോടെ, നന്ദിയോടെ എല്ലാവർക്കും വേണ്ടി, സമിതിക്ക് വേണ്ടി, ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ യോഗബന്ധുക്കൾക്കും വേണ്ടി നന്ദി അറിയിക്കുന്നു. ഹരിയോം ഗോപണ്ണ, ഹരിയോം. അതുപോലെ തന്നെ ഗുരുസ്തുതിയും ദേവദശവും ജപിച്ച രാജലക്ഷ്മി അക്കയ്ക്ക് ഏറെ നന്ദി അറിയിക്കുന്നു, ഏറെ സ്നേഹത്തോടെ. അതുപോലെ തന്നെ എല്ലാ 1 മുതൽ 23 വരെയുള്ള ശ്ലോകങ്ങൾ ചൊല്ലിയ 7 അക്കമാരായിരുന്നു. എല്ലാവർക്കും വളരെ നന്നായിട്ട് ശ്ലോകങ്ങൾ ചൊല്ലി എല്ലാവർക്കും വളരെ ആദരവോടെ നന്ദി അറിയിക്കുന്നു. പിന്നെ എനിക്ക് ഏറെ പറയാനുള്ളത് രാജമാക്കയാണ്. ഏതാണ്ട് 45 മിനിറ്റിന് മുകളിലെടുത്തു, 50 മിനിറ്റോളം എടുത്ത് നന്നായിട്ട് അദ്വൈതം എന്താണെന്ന് മാത്രമല്ല, അതിൻ്റെ കൂടെ ഒരു മനുഷ്യനായി നന്നായി സമൂഹത്തിൽ ജീവിക്കണമെങ്കിൽ എന്തെങ്കിലും കൂടി വേണം, എന്തൊക്കെ കൂടി വേണം എന്നും കൂടി നമുക്ക് പറഞ്ഞു തന്നു. കരുണ, സ്നേഹം, ലാളിത്യം എല്ലാം വേണം. പരസ്പരം ഈ ഭൂമിയിലുള്ള പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിനെയും സ്നേഹിക്കണമെന്നും ബഹുമാനിക്കണമെന്നും പറഞ്ഞു തരുന്നു. ഒന്നും കൊണ്ടും ഒരറിവ് അധികമാകുന്നില്ല. ഏതറിവും വലുത് തന്നെയാണ്. ഇനിയും അറിവുകൾ നേടിക്കൊണ്ടേയിരിക്കണമെന്നും നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. ഇത്രയും സമയം ഒരാൾ മാത്രം ഏതാണ്ട് സ്വാമിജിയെ പോലെ തന്നെ പറയാൻ കഴിഞ്ഞ രാജമാക്കയ്ക്ക് സമിതിയുടെ പേരിലും ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ യോഗബന്ധുക്കളുടെ പേരിലും എൻ്റെ പേരിലും ഏറെ സ്നേഹത്തോടെ ആദരവോടെ നന്ദി അറിയിക്കുന്നു. ഹരിയോം രാജമാക്ക. നമുക്ക് വേണ്ടി ഇവിടെ മുഴുവൻ സമയം നമ്മളോടൊത്ത് നമ്മുടെ ഇത് യൂട്യൂബിൽ എത്തിക്കാൻ സാങ്കേതിക സഹായങ്ങൾ നേടുന്ന സുനൈനാക്ക വളരെയധികം എഫർട്ട് എടുക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും വിട്ടുപോകുന്ന ഒരു കാര്യമാണ്. സുനൈനാക്ക ഏറെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും വേണ്ടി. ഹരിയോം സുനൈനാക്ക. അപ്പോൾ 14ാമത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാകുന്നു. നമുക്ക് നേരെ ഇരിക്കാം. കൈകൾ നമസ്കാര സ്ഥിതിയിൽ ലോക കല്യാണ മന്ത്രം ജപിക്കാം. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.